ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമലുവിന്റെയും വേലുവിന്റെയും വിവാഹം നടത്താൻ അവർ അങ്ങനെ തീരുമാനിക്കുകയാണ്. അവരറിയാതെയാണ് കല്യാണിയും കിരണും ആ ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വേലുവിനാണെങ്കിൽ ഒരുപാട് ഷർട്ടും മുണ്ടൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് നമ്മുടെ കിരൺ. അപ്പോൾ വേലുവിന് മനസ്സിലാകുന്നില്ല, ഞാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് സമ്മാനങ്ങളൊക്കെ തരുന്നതാണോ സാറേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ വേലു ചോദിക്കുന്ന സമയത്ത്, അതെ, നീ എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട, കണ്ടില്ലേ, കല്യാണിയെ അമലു ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്, അപ്പൊ അതുപോലെ തന്നെ നിനക്ക് എന്നെ ചേട്ടാ എന്ന് നിനക്ക് വിളിച്ചാ പോരെ എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ആ സമയത്ത് അത് പിന്നെ സാറേ ശീലിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ശീലങ്ങളൊക്കെ മാറ്റണം, നീ എനിക്ക് ഒരു കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഷർട്ടും മുണ്ടൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയാണെങ്കിൽ ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ, ഒരു 10-25 പവന്റെ സ്വർണം അവൾക്ക് നെക്ലസും സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. എന്നിട്ട് അത് നോക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ചേച്ചി എന്ന് പറയാൻ. ഉപയോഗിക്കാറില്ലെങ്കിലും ഇതൊക്കെ നിനക്കുള്ളത് തന്നെയാണ്, ഇതൊക്കെ നീ വെച്ചോ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അതൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവള് പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഞാനിവിടെ ഇത്രയും ദിവസം ഇവിടെ കല്യാണത്തിനൊക്കെ വന്ന് ഇവിടെ സഹായിച്ചതിനാണോ ഇങ്ങനെയൊക്കെ എനിക്ക് തരുന്നത്? അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഇവരുടെ വിവാഹം നടത്താൻ പോവുകയാണ് എന്നുള്ളത്. അങ്ങനെ ഉടനെ തന്നെ എല്ലാവരോടും അറിയിച്ചിട്ട് അവരെ രണ്ടുപേരോടും അവരുടെ തീരുമാനം അറിയിക്കുകയാണ്. അപ്പൊ അറിയിക്കുന്ന സമയത്ത് വേലുവിനെയും അമലുവിനെയും വിളിച്ചു വരുത്താണ്. എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. കല്യാണി എന്നെയാണ് പറയുന്നത്, അതെ, നിങ്ങൾ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ നാട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ 2 ദിവസം കൂടി നിങ്ങളോട് ഇവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്ന സമയത്ത് വേലുവിന് അതൊരു നാണക്കേട്, ഇങ്ങനെ ഒരു മുഖത്തൊരു പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയം അമലുവിനാണെങ്കിൽ മുഖാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അമലുവിനെ പെട്ടെന്ന് ഒരു വേലുവിനെ സ്വീകരിക്കാൻ, അതുപോലെ തന്നെ അച്ഛൻ മരിച്ചിട്ട് 41 ദിവസമൊന്നും ആയിട്ടൊന്നുമില്ല, ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ തന്നെ അമലുവിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മ പറയുകയാണ് അമലുവിനോട്, അതെ, എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ വേലുവിനെ ഇങ്ങനെ കൊതിപ്പിച്ച് നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ തമാശ രൂപേണ. അപ്പൊ അമലുവിന് നാണൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇതൊക്കെ ഇത്തിരി നേരത്തോടെ ആവേണ്ടതായിരുന്നു, അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ കല്യാണം കണ്ട് മരിക്കായിരുന്നു നിന്റെ അച്ഛന്, അതായത് മൂപ്പന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ കല്യാണം കണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് മടങ്ങാമായിരുന്നു. ഇതിപ്പോ ഒന്നും മകളുടെ ഒരു കാര്യവും കാണാതെയല്ലേ അദ്ദേഹം പോയത് എന്നൊക്കെ ഇങ്ങനെ അമ്മൂമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു വിഷമ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും ഇനി ആ ഗംഗപ്രസാദിനെ പേടിക്കണം. ഇപ്പം എന്തായാലും അവൻ്റെ കാര്യങ്ങളൊന്നും അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിലോട്ട് പോകാമെന്ന് ആവശ്യപ്പെടുകയാണ് കിരണും അതുപോലെ കല്യാണിയും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ വേലുവിന് നാണക്കായിട്ട് വേലു ഇങ്ങനെ റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നൊക്കെ വേലു ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ അതിന് ശേഷം അമലുവിനെ മാറ്റി നിർത്തി കിരൺ സംസാരിക്കുകയാണ്. അപ്പോൾ അമലു പറയുന്നുണ്ട്, സാറിനറിയാലോ എൻ്റെ അവസ്ഥകളൊക്കെ, ആ ദുഷ്ടന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നതാണ്. ഇനി വേലുവേട്ടനെ ഞാൻ സ്വീകരിക്കുമ്പോൾ, ആ കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം വേലുവേട്ടനെ ചതിക്കുന്നത് പോലെ ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നീയേ ആ കാര്യങ്ങളൊന്നും ചിന്തിക്കേ വേണ്ട, എന്തായാലും ഒരു ദുഷ്ടൻ അവൻ നിന്നെ പറ്റിച്ചു, അത്ര അങ്ങ് ചിന്തിച്ചാൽ മതി. അത് നിനക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ അത് അവനോട് പറയാനും നിൽക്കണ്ട, അവനത് അറിയാൻ വേണ്ട. പിന്നെ അവന്റെ കൈകൊണ്ടൊരു താലി, അത് നിന്റെ കഴുത്തിൽ അത്യാവശ്യമാണ്, അത് അവനേക്കാൾ കൂടുതൽ ഇപ്പൊ നിനക്കാണ് അത് അത്യാവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾ പറയണല്ല, അച്ഛൻ മരിച്ചിട്ട് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ, 41 കഴിഞ്ഞിട്ട് പോരെ സാറേ എന്ന് ചോദിക്കാണ്. വേണ്ട, അത് ഞങ്ങളതിന് വലിയ ആർഭാടമായിട്ടൊന്നല്ലല്ലോ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്, ചെറിയൊരു ചടങ്ങ്, അത് നീ സമ്മതിക്കണം എന്ന് പറയുന്ന. അങ്ങനെ എല്ലാവരും കൂടി അവരങ്ങനെ സമ്മതിപ്പിക്കുകയാണ്. അതിനുശേഷമാണെങ്കിലും വേലു മുറിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അമൽ അവിടേക്ക് ചെല്ലുന്നുണ്ട്. വേലു അമലും കൂടി ഒന്നിച്ചിരിക്കുകയാണ്. ഈ ഒരു കല്യാണത്തിനെ കുറിച്ച് ഇങ്ങനെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഉള്ളവരുടെ ആഗ്രഹമല്ലേ, നമുക്ക് അതിലൊത്ത് തന്നെ നിൽക്കാം, ഇനി നമുക്ക് കല്യാണം കഴിയാം അല്ലേ, ഇങ്ങനെയൊക്കെ അവരിങ്ങനെ സംസാരിച്ച് അവരൊരു തീരുമാനത്തിലെത്തുകയും അതുപോലെ തന്നെ വേലുവിൻ്റെ തോളിലോട്ട് അമലും ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇരുന്നിട്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ എല്ലാവരും ഈ ഒരു കല്യാണം നടത്താനുള്ള ആ ഒരു സന്തോഷത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും, താലി മേടിക്കലും അതുപോലെ തന്നെ പൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും മേടിക്കുകയാണ്.
അതിനുശേഷം ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ചെറിയൊരു ചടങ്ങെന്ന രീതിയിൽ എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അമലുവിൻ്റെ കഴുത്തിൽ വേലു താലി ചാർത്തുകയാണ്. എല്ലാവരും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഇനി എന്തായാലും അവർ നാട്ടിലോട്ട് പോകും. വേലുവിന് വലിയൊരു ആശ്വാസമുണ്ട്. കാരണം ഗംഗപ്രസാദ് തൻ്റെ മാമനെ കൊന്ന ആളെ ജീവനോടെ ഇല്ലല്ലോ. ആ ഒരു ആശ്വാസം എന്തായാലും വേലുവിനുണ്ട്. വേലു എന്തായാലും അമലുവിനെയും കൊണ്ട് കൈപിടിച്ച് അവർ കല്യാണി തന്നെയായിരിക്കും. അവർ പക്ഷേ അവരൊക്കെ രണ്ടുപേരും തന്നെയായിരിക്കും നാട്ടിലോട്ട് കൊണ്ടുവന്നാക്കുന്നതും. അതിനുശേഷം അവരുടെ ചടങ്ങ് പ്രകാരം കാട്ടിൽ വെച്ചിട്ട് ചെറിയൊരു രീതിയിൽ അവരുടെ കാട്ടിലെ ചടങ്ങ് പ്രകാരം വീണ്ടും താലിയൊക്കെ കെട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് പോലീസ് എത്തുന്നത് നമ്മുടെ കിരണിൻ്റെ വീട്ടിലോട്ട്. പോലീസ് വണ്ടി വന്നിട്ട് അപ്പോൾ പോലീസുകാർ ഇറങ്ങാണ്. അപ്പോൾ കിരൺ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഒരു കള്ളലക്ഷണം എന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കല്യാണിക്ക് എന്താണെന്നറിയാതെ ഇങ്ങനെ ഒരു അങ്കലാപ്പും കാര്യങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അതെ ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആള് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു അന്വേഷണത്തിൻ്റെ പുറകെ വന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഈ ഗംഗപ്രസാദിന്റെ പെങ്ങള് കാർത്തിക എന്ന് പറയുന്നവർ ഇവിടെ അവരുടെ അമ്മ ഇവിടെ ഇല്ല താമസിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് നാൾ മാത്രം. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞായിരുന്നുല്ലേ, മാധ്യമത്തിലൊക്കെ കണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ കഴിഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ ആ സമയത്ത് എങ്ങനെ അവൻ അവിടേക്ക് എത്തിയിരുന്നോ, എന്തെങ്കിലും അവൻ്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇനി ഞങ്ങൾക്ക് അറിവില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തായാലും പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു പെറ്റീഷൻ കിട്ടി, ഞങ്ങൾ അന്വേഷിക്കുന്നു, എന്തായാലും ഇവനെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്നതിലും ഭേദം ജീവിച്ചിരിക്കാതെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോലീസ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ സരയും രാഹുലിനെ കാണാൻ പോകുന്നുണ്ട്. രാഹുലിനോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. നാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ മനോഹർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും കിരണും അതുപോലെ കല്യാണിയും കൂടിയിട്ട് മനോഹറിന് സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ മനസ്സിൽ ഇപ്പോൾ മനോഹർ ഒട്ടുമില്ല. തന്നെയല്ല കിരണ് തനിക്ക് ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ അതൊരു സന്തോഷം തന്നെയാണ്, ഞാൻ അത് ആഗ്രഹിക്കുന്നു എന്ന് അച്ഛനോട് തുറന്ന് പറയുകയും അച്ഛനത് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് രാഹുലിന്. അങ്ങനെ ഇവർ മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യം, അതായത് ഈ ഗംഗപ്രസാദിനെ കുഴിച്ചു മൂടിയ കാര്യം നമ്മുടെ സരയുടെ അറിയാനിടയുണ്ട്. എന്തായാലും സരയു അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു തുറപ്പ് ചീട്ടായിട്ട് അവൾ കൊണ്ട് നടക്കും. ഗംഗപ്രസാദിനെ കൊന്നത് കിരണാണെന്ന് നമ്മുടെ കല്യാണിയോട് പറയുകയും കല്യാണിയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയൊക്കെയുണ്ട്. കാരണം അവൾക്കിപ്പോൾ കിരണിനെ കിട്ടണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ കിരണിൻ്റെ കൂടെ യാത്ര ചെയ്തും കിരണിൻ്റെ മനസ്സ് കീഴടക്കാനൊക്കെ തന്നെയാണ് അവൾ നോക്കുന്നത്. അതൊരു പക്ഷേ അവൾക്ക് കിരണിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അഥവാ കിരൺ അവളുടെ ആ ഒരു സ്നേഹം തട്ടിത്തെറിപ്പിക്കുകയാണ്, കല്യാണിയെ തന്നെയാണ് വീണ്ടും സ്നേഹിക്കുന്നത് അറിയുമ്പോൾ ഈ ഒരു തുറപ്പുചീട്ട്, അതായത് ഈ ഗംഗയെ കൊന്നത് കിരണാണെന്നുള്ള കാര്യം അത് പുറത്ത് എടുക്കുന്നത് നമ്മുടെ സരയു തന്നെയായിരിക്കും. സരയു എന്നിട്ട് അത് വെച്ചിട്ട് ഒരു കളിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.